ഹലോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നതേ ചേലൂർക്കാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, എൻ്റെ കുറച്ച് നെറ്റിപ്പട്ടങ്ങളൊക്കെ അമ്മ അവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെറ്റിപ്പട്ടങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ദേ വന്നു എന്നുള്ള പോലെ ഞങ്ങൾക്ക് പോയി വരണം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്തി അവിടെ ആ സാധനം വാങ്ങാം, പിന്നെ 10-20 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ളതിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് മാത്രം ഉച്ചക്കലത്തെ ചോറൊക്കെ കൊടുത്തു, എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചേലൂർക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ 2 മണിക്ക് എന്തോ കുടുംബശ്രീയുടെ മീറ്റിങ്ങോ അങ്ങനെ എന്തൊക്കെയുണ്ട്. ശ്രുതിയാണെങ്കിലും പോകാനായിട്ട് നിൽക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ട് അങ്ങനെ തന്നെ പോരാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വീടിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ വഴിയൊക്കെ എന്തോ മോശമായിട്ട് കിടക്കുന്നത് കാരണം വീടിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചേലക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരാനൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവർ ചേലക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തൊക്കെ നിന്നപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ചേലക്കാവിൻ്റെ ആ ഒരു കോമ്പൗണ്ട് കണ്ടു കഴിഞ്ഞ് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കാണാൻ എടുത്തിങ്ങനെ നിന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അവർ വന്നത്. അവർ വന്നപ്പോഴാണെങ്കിൽ കല്യാണിക്കും ജാനിക്കൊക്കെ പെട്ടെന്ന് കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് നെറ്റിപ്പട്ടങ്ങളൊക്കെ കൈമാറിയിട്ട് അമ്മ ഉണ്ടാക്കിയ കൊണ്ടുവന്ന നെറ്റിപ്പട്ടൊക്കെ ഞാനെടുത്ത് വണ്ടിയിൽ വെച്ച് പിന്നെ ഇനി റെഡിയാക്കാനുള്ള നെറ്റിപ്പട്ടങ്ങളൊക്കെ അമ്മയ്ക്ക് കൊടുത്തയച്ച് ആൾക്കൊരു നേരം പോക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നേരമില്ല, അമ്മയ്ക്കാണെങ്കിൽ അവിടെ ഇപ്പോൾ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. അച്ഛനും ജോലിക്ക് പോയി കഴിഞ്ഞ് പിന്നെ ശ്രുതിയും ഉണ്ണിയും ശനിയും ഞായറും മുടക്കമുള്ള ദിവസങ്ങളിലൊക്കെയാണ് വരിക. പിന്നെ ആളവിടെ തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ ആൾക്കാണെങ്കിൽ ഒരു നേരം പോക്കും, എനിക്കാണെങ്കിൽ നേരം ഇല്ലാത്തത് കാരണം അങ്ങനെ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആവുമ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ വലിയ ബോൾസുകളൊക്കെയാണ് അമ്മയ്ക്ക് ഒട്ടിക്കാനായിട്ട് അറിയാത്തതുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ പണിയും തീർത്തിട്ട് ചെറിയ ബോൾസുകൾ ഒട്ടിക്കേണ്ട രീതിയിലേക്ക് ആക്കിയിട്ട് ഞാൻ ആൾക്ക് കൊടുക്കും. അപ്പോൾ ആളതൊക്കെ ഇരുന്ന് ഒട്ടിച്ചൊക്കെ എനിക്ക് തരും കേട്ടോ. അപ്പോൾ അത് വലിയൊരു ഉപകാരമാണ്. പിന്നെ അച്ഛനും അമ്മയും തന്നെയാണ് ബൈക്കിലൊക്കെ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാറൊക്കെ ഉള്ളത്. പക്ഷേ അച്ഛനിപ്പോൾ ഇപ്പം അടുത്തൊന്നും ലീവില്ല. എനിക്കാണെങ്കിൽ ഇത് അത്യാവശ്യം കൊടുക്കേണ്ടതാണ്, ഓണത്തിന് മുന്നേ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ച് കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും ത്രെഡ് ഒട്ടിക്കാമെന്നൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അമ്പലപ്പടിയുടെ അവിടെ തന്നെ നിന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തന്നെ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ.